ബസ് ബൈക്കിനും തട്ടി, ബൈക്ക് അവിടെ വീഴുകയും ചെയ്ത് ബസ് അവിടെ നിന്ന് മറിഞ്ഞ് ഇവിടെ എത്തുകയും ചെയ്തു. ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബസ് ബസ് ടൈം ഉണ്ടാകുമല്ലോ, ബസ്സിനൊക്കെ ടൈമാണല്ലോ. അപ്പോൾ ആ ടൈം അനുസരിച്ച് വണ്ടി വിട്ടതാ, ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വിടുക. അപ്പം തട്ടുകയും ചെയ്ത് ബസ് മറിഞ്ഞിട്ട് അവിടെ നിന്ന് സ്കിഡായി ഇവിടെ എത്തുകയും ചെയ്തു. ബസ് ഓവർ സ്പീഡായിരുന്നു. ബസ് ഓവർ സ്പീഡാണല്ലോ ഉണ്ടാകുക, ടൈമിനനുസരിച്ച് ടൈമിങ്ങിന്റെ സ്പീഡ് ഉണ്ട്. ഫുള്ള് ബസ്സിൽ ആള് അത്യാവശ്യം ഉള്ളതാ. ഫുള്ള് വെച്ചാൽ സീറ്റ് ലോഡും അത്യാവശ്യം ആളുകൾ നിൽക്കുന്ന ഒക്കെ സ്കൂൾ ടൈം ഒക്കെ ആയതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ നമ്മള് വണ്ടി മറിഞ്ഞപ്പോ ഇവിടെ ഉണ്ട്. ഗുരുതരമായ ബേബിയിലും പല ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബൈക്കിലുണ്ടായിരുന്ന ആളുടെ സ്ഥിതി എങ്ങനെയുണ്ട്? ബൈക്കിലുണ്ടായിരുന്ന ആൾക്ക് സ്ഥിതി നമ്മൾ കണ്ടില്ല. അയാൾ പെട്ടെന്ന് വേറെ വണ്ടി കയറ്റി കൊണ്ടുപോയതാ. ബൈക്ക് തകർന്ന നിലയാണ് അവിടെ ഉള്ളത്. ബസ് പാലിറങ്ങി ഇങ്ങോട്ട് വരിക, അവിടുന്ന് തട്ടിയ ബസ് ഇവിടെ എത്തിയതാ. അല്ല, അവിടുന്ന് വണ്ടി മറിഞ്ഞിട്ട് സ്കിഡായിട്ട് ബസ് ഇവിടെ എത്തി. നിരങ്ങി വന്നതാ. വണ്ടി മറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി മറിഞ്ഞ ബസ് അവിടുന്ന് നിരങ്ങി പോന്നതാ. എന്നിട്ട് വിലങ്ങായി നിന്നാ, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും ഇത് തന്നെയാണ് സ്മിത. നമുക്ക് ഈ അദ്ദേഹം പറയുന്നതനുസരിച്ച് അവിടെ നിന്ന് ബസ് വരികയായിരുന്നു, മെഡിക്കൽ കോളേജിലേക്ക് ഈ ബസ് വരികയായിരുന്നു. അതിനിടയിൽ മറ്റൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഇതിന് സമാന്തരമായി ഒരു ബൈക്കും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഈ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഈ ബസ് ബൈക്കിലിടിക്കുന്നു, തുടർന്ന് നിയന്ത്രണം തെറ്റി ബസ് മറിയുന്നു. അങ്ങനെയാണ് ഈ രീതിയിൽ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സാഹചര്യത്തിലേക്ക്, ഈ ഒരു അപകടത്തിലേക്ക് ബസ് എത്തിയത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഏതായാലും സ്കൂൾ സമയമാണ്, സ്കൂളൊക്കെ വിടുന്ന ഒരു സമയമാണ്. അതിനാൽ ആ രീതിയിലുള്ള ഒരു തിരക്ക് ബസ്സിനകത്ത് ഉണ്ടാവുക അത് സ്വാഭാവികമാണ്. ഈ ജോലി സ്ഥലത്തൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ ആ രീതിയിലുള്ള തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിൽ ചിലരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡിന് ഇതൊരു വൺ വേ ആണ്. ഈ റോഡിന് കുറുകെ ബസ് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ബസ്സിന്റെ നമുക്ക് ഹെൽമെറ്റ് ഉൾപ്പെടെ ഇവിടെ കാണാം. ബൈക്കിന് ബസ് ഇടിച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ബൈക്ക് യാത്രികന്റെ ഹെൽമെറ്റ് ആയിരിക്കാം ഇത്. ഇതിന്റെ പുറകുവശം ഉൾപ്പെടെ നമുക്ക് കാണാം, എല്ലാ ഭാഗവും പൊളിഞ്ഞ നിലയിലാണ്. ഈ ചില്ലുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു അപകടം തന്നെ ഉണ്ടായി എന്ന് നിസ്സംശയം പറയാം. നമുക്ക് ഈ ബസ്സിനകത്തേക്ക് നോക്കിയാൽ രക്തപ്പാടുകൾ ഉൾപ്പെടെ കാണാം. അപ്പോൾ പരിക്കു പറ്റിയിട്ടുണ്ട് കുറച്ചധികം പേർക്ക് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. എത്ര പേർക്ക് പരിക്കു പറ്റി എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സ്മിത. അതെ അഭിജിത്ത്, നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. എത്ര പേരുണ്ടായിരുന്നു, ആരെല്ലാം ഉണ്ടായിരുന്നു? ഇന്നാണെങ്കിൽ KSRTC സർവീസുകൾ പണിമുടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകളെയാണ് കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുക. അപ്പോൾ സാധാരണയിൽ കൂടുതൽ യാത്രക്കാർ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ആരെല്ലാമാണ് അതിലുണ്ടായിരുന്നത്, അവരുടെ പരുക്കുകൾ എത്രത്തോളം ഗൗരവമേറിയതാണ്, ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകൾ പറഞ്ഞ പ്രകാരം ആ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്നു ബസ്, നിറയെ യാത്രക്കാരുമായി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ബൈക്കിന് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു, അപ്പോൾ ഇടിക്കുന്നു, ബൈക്ക് യാത്രക്കാരനും പരിക്കേൽക്കുന്നു, ഇതിലുള്ള ആളുകൾക്കും ബസ് തകിടം മറയുന്നു. ഇതാണ് സംഭവിച്ചത്. ഇനി ബാക്കി നമുക്ക് അറിയേണ്ടത് യാത്രക്കാർ ആരെല്ലാമായിരുന്നു, അവരുടെ സ്ഥലത്തുനിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് നൽകിക്കൊണ്ടിരുന്നത്.